നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വാതുരുത്തി റെയിൽവേ മേൽപ്പാളം നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് KJ മാക്സി MLA. കൊച്ചിക്കാരുടെ ചിരകാല ആവശ്യമായ വാതുരുത്തി റെയിൽവേ മേൽപ്പാലം വരുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന് വേണ്ടി മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കി. വാതുരുത്തി മേൽപ്പാലം സാധ്യമാവുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് നിയമസഭയിൽ KJ മാക്സി MLA ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച സർക്കാരാണ് ഈ സർക്കാർ എന്ന് നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മേൽപ്പാല പദ്ധതിയായ വാതുരുത്തി മേൽപ്പാലം സാധ്യമാക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? സർ, കിഫ്ബിയിലൂടെ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ 1700-ലധികം കോടി രൂപ കിഫ്ബിയിലൂടെ ഇതിനു വേണ്ടിയിട്ട് ROBകൾക്കായിട്ടും അടിപ്പാതകൾക്കായിട്ടും അനുവദിച്ചിട്ടുണ്ട്. അതിൽ 2118 കോടി രൂപ അതിന്റെ ഫിനാൻഷ്യൽ സാങ്ഷനും കിട്ടിയിട്ടുണ്ട്. സർ, ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടലാണ്. ഒരു സർക്കാർ കേരളത്തിൽ ROBകൾക്ക് റെയിൽവേ അടിപ്പാതകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും വലിയ തുകയും ഏറ്റവും വലിയ ഇടപെടലുമാണ് സർ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. സർ, LDF സർക്കാർ എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ റെയിൽവേ മേൽപ്പാലം പദ്ധതികളിൽ ഒന്നാണ്. മേൽപ്പാലത്തിനായി സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകുകയും RBDCക്ക് നിർമ്മാണ ചുമതല നൽകുകയും ചെയ്തിരുന്നു. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കൊച്ചി പോർട്ട് അതോറിറ്റി, ഇന്ത്യൻ റെയിൽവേ, നാഷണൽ ഹൈവേ എന്നിവയുടെ നിയന്ത്രണത്തിലാണ്. നേവിയുടെ എയർപോർട്ട് പദ്ധതി പ്രദേശത്തിന് സമീപമായതിനാൽ നേവിയുടെ NOC ലഭിച്ചിട്ടില്ല. പദ്ധതിക്കായി ഭൂമി ലഭ്യമാകുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം. വ്യത്യസ്ത അലൈൻമെന്റുകൾ തയ്യാറാക്കി നൽകിയെങ്കിലും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ വിവിധ മേഖലയിലുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തെങ്കിലും NOC ലഭിച്ചില്ല. അണ്ടർപാസ് പ്രായോഗികമല്ലെന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത്. നിലവിൽ സംസ്ഥാന സർക്കാർ സാധ്യമായ ഇടപെടലുകൾ നടത്തിവരുന്നുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തി യോഗം വിളിക്കുമെന്നും മേൽപ്പാലം വരുന്നതിനായി എല്ലാ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹാൾട്ടിൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള റെയിൽവേ ഗേറ്റാണുള്ളത്. ട്രെയിൻ പോകുമ്പോൾ ഇത് അടക്കുന്നതിനും തുറക്കുന്നതിനുമായി ഏറെ സമയമാണ് നഷ്ടപ്പെടുന്നത്. ഇതുമൂലം പടിഞ്ഞാറൻ കൊച്ചിക്കാർക്ക് ഏറെ സമയമാണ് നഷ്ടമാകുന്നത്. റെയിൽവേ മേൽപ്പാലം വേണമെന്നത് പടിഞ്ഞാറൻ കൊച്ചിക്കാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഹാർബർ ടെർമിനലിൽ നിന്ന് ട്രെയിൻ സർവീസ് സജീവമായിരുന്ന കാലം മുതലുള്ള ആവശ്യമായിരുന്നു ഇത്. എത്ര റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് സർ ഈ സർക്കാർ. സർ, ഈ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളുമായി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് 10 എണ്ണമാണ്. 10 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടുകൂടി 5 മേൽപ്പാലം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.